2023 തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു വർഷമാണ്. സൂപ്പർ താര ചിത്രങ്ങൾക്കൊപ്പം ചെറിയ ചിത്രങ്ങളും മികച്ച വിജയം നേടിയിരുന്നു. രജനീകാന്തും അജിത്തും വിജയുമെല്ലാം 2023 ഗംഭീരമാക്കിയപ്പോൾ കമൽഹാസനും സൂര്യയ്ക്കും കഴിഞ്ഞ വർഷം ചിത്രങ്ങളെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2024 അങ്ങനെയല്ല. 2024 സിനിമാ ലോകം കാത്തിരിക്കുന്ന തമിഴ് സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. 2024 കാത്തിരിക്കുന്നത് ഒരു പിടി സൂപ്പർ താര ചിത്രങ്ങൾക്കായാണ്. കമൽഹാസനും രജനീകാന്തും വിജയ്ക്കും അജിത്തിനും സൂര്യയ്ക്കും വിക്രമിനും ധനുഷിനുമെല്ലാം ചിത്രങ്ങളുണ്ട്. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറാണ് ഈ വർഷം ആദ്യമെത്തുന്ന ചിത്രം. അരുൺ മാതേശ്വർ സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി 12 തിയേറ്ററുകളിലെത്തും. പ്രിയങ്ക നായികയാകുന്ന ചിത്രത്തിൽ കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറും മലയാളത്തിന്റെ സ്വന്തം വിനായകനും എത്തുന്നുണ്ട്. ചിത്രത്തിന്റേതായി സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിയ ഗ്ലിംസുകളെല്ലാം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. നടിപ്പിൻ നായകൻ സൂര്യയുടെ കങ്കുവയാണ് സിനിമാ പ്രേക്ഷകർ ഈ വർഷം കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം. സിരുത്തെ ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവ ഒരു പീരിയോഡിക്കൽ ഡ്രാമയാണ്. കഴിഞ്ഞ വർഷം സൂര്യയുടേതായി ഒരു ചിത്രം പോലും തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്. ബോളിവുഡ് താരം ദിശ പട്ടാനി നായികയായി എത്തുന്ന ചിത്രത്തിൽ ബോബി ഡിയോളും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രം ഏപ്രിൽ 11 തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രവും 2024 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യ 43 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സൂപ്പർ താരം ദുൽഖർ സൽമാനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നസ്രിയ, വിജയ് വർമ്മ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകും. ഉലക നായകന്റെ 2 ചിത്രങ്ങളാണ് 2024 പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. 2 സൂപ്പർ ഹിറ്റ് സംവിധായകർക്കൊപ്പമാണ് കമൽ 2024 എത്തുന്നത്. ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ 2ഉം മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന ചിത്രവുമാണ് ഇനി കമലിന്റേതായി വരാനുള്ളത്. 1996 പുറത്തിറങ്ങിയ സൂപ്പർ ചിത്രം ഇന്ത്യൻ എന്ന കമൽഹാസൻ ശങ്കർ ചിത്രത്തിന്റെ സീക്വലായാണ് ഇന്ത്യൻ 2 എത്തുന്നത്. അഴിമതിക്കും കൈക്കൂലിക്കുമെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സേനാപതി ഒരിക്കൽ കൂടി എത്തുമ്പോൾ അത് തമിഴ് സിനിമയിൽ വിസ്മയം തീർക്കും എന്നുറപ്പാണ്. ഇന്ത്യൻ 2വിൽ കമലിനൊപ്പം സിദ്ധാർത്ഥ്, SJ സൂര്യ, കാജൽ അഗർവാൾ, രകുൽ പ്രീത് സിംഗ് എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അനിരുദ്ധാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. 2024 ഏപ്രിലോ ജൂണിലോ ഇന്ത്യൻ 2 തിയേറ്ററുകളിലേക്ക് എത്തും. മണിരത്നം ചിത്രമായ തഗ് ലൈഫിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കമൽഹാസനും മണിരത്നവും ചേർന്നാണ്. കമൽഹാസനൊപ്പം ജയം രവി, ദുൽഖർ സൽമാൻ, തൃഷ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീലിംഗ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിരുന്നു. തഗ് ലൈഫും ഈ വർഷം എത്തുമെന്നാണ് പ്രതീക്ഷ. 2023 തുനിവ് എന്ന ഒറ്റ ചിത്രത്തിൽ മാത്രമെത്തിയ തമിഴകത്തിന്റെ അജിത് ഇക്കൊല്ലം എത്തുന്നത് വിടാമുയർച്ചയുമായാണ്. ത്രില്ലർ സിനിമകൾ ഒരുക്കി ഹിറ്റായ സംവിധായകൻ മകിഴ് തിരുമേനിയാണ് അജിത്തിന്റെ വിടാമുയർച്ചി സംവിധാനം ചെയ്യുന്നത്. തൃഷയും റെജീനയും നായികമാരാകുന്ന ചിത്രത്തിൽ അർജുനും അരുൺ വിജയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം ഈ വർഷം തന്നെ റിലീസാകുമെന്നുറപ്പാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് 2024 എത്തുന്നത് വേട്ടയനുമായാണ്. ജയ് ഭീം സംവിധാനം ചെയ്ത TJ ജ്ഞാനവേലാണ് രജനി ചിത്രം സംവിധാനം ചെയ്യുന്നത്. രജനീകാന്തിനൊപ്പം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ പ്രതീക്ഷിക്കുന്നത്. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ദഗുബട്ടി, മഞ്ജു വാര്യർ എന്നിവരുടെ എല്ലാം പേരുകൾ ചിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അനിരുദ്ധ് സംഗീതമൊരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. വേട്ടയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2024 തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും.
2024 മറ്റൊരു പ്രതീക്ഷ ദളപതി ചിത്രമാണ്. വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം 2024 തന്നെ റിലീസാകും. 2023 രണ്ട് ചിത്രങ്ങളാണ് വിജയുടേതായി തിയേറ്ററുകളിലെത്തിയത്, വാരിസും ലിയോയും. രണ്ട് ചിത്രങ്ങളും സാമ്പത്തികമായി വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലിയോ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റ് സംവിധായകൻ വെങ്കട് പ്രഭു ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ദ ഗോട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത്. പതിവ് രീതികൾ കൈവിട്ട് പുതിയ ഒരു ജോണറിലാണ് ഇത്തവണ വിജയ് എത്തുന്നത്. സയൻസ് ഫിക്ഷൻ ജോണറിലാണ് ഗോട്ട് എത്തുന്നത്. വിജയ്ക്കൊപ്പം വമ്പൻ താരനിരയും ചിത്രത്തിൽ എത്തുന്നുണ്ട്. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, മീനാക്ഷി ചൗധരി, സ്നേഹ, ലൈല എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. യുവൻ ശങ്കർ രാജയാണ് ദ ഗോട്ടിന്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞവയെല്ലാം സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ്. ഇവയ്ക്കൊപ്പം ഒരുപാട് ചെറിയ സിനിമകളും ഈ വർഷം റിലീസ് ആകുന്നുണ്ട്. 2024 നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമന്റായി ഇടാൻ മറക്കരുത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.